ഹലോ. ഈ സൈറ്റുകാരുണ്ട് കേട്ടോ. കാരണം മലയാളികളൊക്കെയാണ്. മലയാളികൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഹിന്ദിയിലും നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാ എവിടെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഹിന്ദിക്കാരെന്ന് അവരറിയുന്നത്. അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കാം. മലയാളത്തിൽ സംസാരിക്കത്തുണ്ട്. ഞാനവർ ഹിന്ദിക്കാരെന്ന് പറയുന്നത്. അവർ രണ്ട് ഇവരുണ്ട്. അവരെനിക്ക് കറക്റ്റ് പക്കായിട്ട് അവരെൻ്റെ കോൺടാക്ട് ചെയ്തു. പിന്നെ വേറെ രണ്ട് സൈറ്റുകാരുണ്ട്. ഭയങ്കര ഉടായിപ്പാണ്. കാരണം അവർ ഫസ്റ്റ് ടൈം അവർ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ട്രഫിൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രഫിളിന് ഇത്രയും റേറ്റ്. അപ്പോൾ ഇത്രയും റേറ്റ് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ട്രഫിളിനകത്ത് നിന്ന് ആ ചോക്ലേറ്റ് ഗനാശ ഫില്ലിങ് കൊടുക്കുക. ആ ക്രീമിനകത്ത് ചോക്ലേറ്റ് ചുമ്മാ ജസ്റ്റ് ചോക്ലേറ്റ് കേക്കായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം കൊണ്ട് കൊടുത്തു. അപ്പം അതിപ്പോൾ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു, ഞങ്ങൾ ട്രഫിളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എനിക്ക് തന്നെ ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തോളാം. പിന്നെ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ അവർക്ക് നമ്പരും ഇല്ല, മെയിൽ ഐ ഡി ഇല്ല, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഇതാകെ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. കാരണം കസ്റ്റമർ നമ്മളല്ലേ വിളിക്കത്തുള്ളൂ, അവരെ കോൺടാക്ട് ചെയ്യാനൊന്നും ഇല്ലാതെ അവർ നമ്മളോടല്ലേ പറയത്തുള്ളൂ. അതിന് ശേഷം ഞാൻ അവരുടെ ഓർഡറൊന്നും എടുക്കാറില്ല. കാരണം എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് ഒക്കെ എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് ഓർത്ത്. നിങ്ങൾക്ക് ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും സൂക്ഷിക്കുക. ഹോം ബേക്കേഴ്സിനാണ് കൂടുതൽ ഇങ്ങനെയുള്ള പണികളൊക്കെ വരുന്ന. പിന്നെ ഇന്ന് നമുക്കൊരു ഫെറാറോ റോഷറും ഒരു മിൽക്കി നട്ടുമായിരുന്നു. രണ്ടും നോർമൽ ഡിസൈനായിരുന്നു. ഇതൊക്കെയായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.